സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് പറയുന്നത് 2025 ബിഗ്ഗസ്റ്റ് ഫ്ലോപ്പ് മൂവീസുകളെ പറ്റിയാണ് ഗൈസ്. അപ്പോൾ ഇതിൻ്റെ 2026 ഞാൻ ഇടുന്ന ആദ്യത്തെ വീഡിയോ ആണിത്. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് ഇടുന്ന വീഡിയോ ആയതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങൾക്ക് ഒരു 2000 രൂപയാണ് ഞാൻ ഓഫർ ചെയ്യുന്നത്. ഈ 2000 രൂപ നിങ്ങൾക്ക് കിട്ടാനായിട്ട് നിങ്ങൾക്ക് എൻ്റെ ചാനലിൽ ഈ വീഡിയോ ഒന്ന് ലൈക്കും അടിച്ച് സബ്സ്ക്രൈബും അടിച്ച് എന്തോന്ന് വെച്ചാൽ എന്തെങ്കിലും കുറച്ച് കമൻറ്റുകളങ്ങ് ഇടുക. അതിൽ കമൻറ്റ് ഇടുന്ന ഒരാളെ ഞാൻ സെലക്ട് ചെയ്തിട്ട് അവർക്ക് ഞാൻ 2000 രൂപ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് വരാം. ഇതിൽ 5ാം സ്ഥാനത്തുള്ളത് വിഷ്ണു മഞ്ച് നായകനായ കണ്ണപ്പ എന്ന് പറഞ്ഞ സിനിമയാണ്. ഏകദേശം 200 കോടിയോളം ബഡ്ജറ്റ് വന്ന സിനിമ 30 കോടിക്കകത്ത് മാത്രമാണ് സിനിമയ്ക്ക് കളക്ഷൻ കിട്ടിയത്. ഏകദേശം 100 കോടിയോളം ഈ സിനിമയ്ക്ക് ലോസ് വന്നിട്ടുണ്ട്. ബിസിനസ് ഒക്കെ കിട്ടിയിട്ടും ഏകദേശം 100 കോടിയോളം ലോസ് വന്ന സിനിമയാണ്. തിയേറ്ററുകളിൽ ഈ സിനിമ വളരെ വലിയൊരു ഫ്ലോപ്പ് തന്നെയായിരുന്നു. സിനിമ റിലീസിന് ശേഷം ഒഫീഷ്യലായിട്ട് ഇൻഡസ്ട്രി ഹിറ്റ് പോസ്റ്ററൊക്കെ അടിച്ചിറക്കിയെങ്കിലും സിനിമ തിയേറ്ററുകളിൽ ഇതിൽ 4ാം സ്ഥാനത്തുള്ളത് മണിരത്നത്തിന്റെ സംവിധാനത്തിൽ കമലഹാസൻ നായകനായ തഗ് ലൈഫ് എന്ന് പറഞ്ഞ സിനിമയായിരുന്നു. അത്യാവശ്യം ഹൈപ്പിൽ വന്ന ഒരു സിനിമ തന്നെയായിരുന്നു. പിന്നെ നല്ല ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു, എല്ലാവർക്കും നല്ല പ്രതീക്ഷയുള്ള സിനിമയായിരുന്നു. പക്ഷേ തിയേറ്ററുകളിൽ വളരെ വലിയൊരു ഫ്ലോപ്പ് ആയിരുന്നു. ഏകദേശം 200 കോടിയോളം ബഡ്ജറ്റ് വന്ന സിനിമ 90 കോടിക്ക് അടുത്ത് കളക്ഷൻ നേടി. ബിസിനസ് ഉൾപ്പെടെ ഈ സിനിമയ്ക്ക് ഏകദേശം 100 കോടിയോളം ലോസ് ആണ് ഈ സിനിമയ്ക്ക് വന്നത്. തിയേറ്ററുകളിൽ വളരെ വലിയൊരു ഫ്ലോപ്പ് ആയിരുന്നു. ഇതിൽ 3ാം സ്ഥാനത്തുള്ളത് സൽമാൻ ഖാൻ നായകനായ സിക്കന്ദർ എന്ന് പറഞ്ഞ സിനിമയാണ്. ഏകദേശം 200 കോടി കൂടുതൽ ബഡ്ജറ്റ് വന്ന ഒരു സിനിമ തന്നെയായിരുന്നു ഇതും. പക്ഷേ സിനിമ തിയേറ്ററുകളിൽ വളരെ വലിയ ഫ്ലോപ്പ് ആയിരുന്നു. 100 കോടി കൂടുതൽ കളക്ട് ചെയ്തെങ്കിലും സിനിമയ്ക്ക് ബിസിനസ് ഉൾപ്പെടെ വന്നിട്ടും 15 കോടിയോളം ലോസ് ആണ് സിനിമയ്ക്ക് വന്നത്. സിനിമ തിയേറ്ററുകളിൽ അന്നത്തെ ഒരു വലിയൊരു ഫ്ലോപ്പ് തന്നെയായിരുന്നു. ഇതിൽ 2ാം സ്ഥാനത്തുള്ളത് ഗെയിം ചേഞ്ചർ എന്ന് പറഞ്ഞ സിനിമയാണ്. ശങ്കറിന്റെ സംവിധാനത്തിൽ രാംചരൺ നായകനായ സിനിമയാണ്. RRRന് ശേഷം വരുന്നതുകൊണ്ട് തന്നെ അത്യാവശ്യം ഒരു ഹൈപ്പുള്ള ഒരു രാംചരൺ സിനിമയായിരുന്നു. പക്ഷേ ശങ്കർ എന്ന് പറയുന്ന സംവിധായകനെ അറിയാവുന്ന ആർക്കും ഈ സിനിമയോട് ഒരു പ്രതീക്ഷയില്ലായിരുന്നു. ഏകദേശം 450 കോടി ബഡ്ജറ്റ് വന്ന സിനിമ ഏകദേശം 100 കോടി കൂടുതൽ കളക്ട് ചെയ്തു. ഏകദേശം 200-300 കോടിയോളം ലോസ് ഉണ്ടാക്കിയിട്ടാണ് ഈ സിനിമ പോയത്. സിനിമ വളരെ വലിയൊരു ഫ്ലോപ്പായിരുന്നു. 2025 റിലീസ് ചെയ്തതിൽ ഏറ്റവും ബിഗ്ഗസ്റ്റ് ഫ്ലോപ്പ് സിനിമ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എന്തിനായാലും വൃഷഭ എന്ന് പറഞ്ഞ സിനിമയാണ്. കാരണം 75 കോടി ബഡ്ജറ്റ് വന്നിട്ട് ഏകദേശം 1 കോടിയോളം മാത്രം തിയേറ്ററുകളിൽ നിന്ന് കളക്ട് ചെയ്ത ഒരു മോഹൻലാൽ സിനിമ. ഇത് ഞാനൊരു ലാലേട്ട ഫാനാണ്, എനിക്കിത് പറയാൻ ശരിക്കും സങ്കടമുണ്ട്. കാരണം 75 കോടി ബഡ്ജറ്റ് വന്നിട്ട് 1 കോടി മാത്രം കളക്ഷൻ. ഇത് വളരെ വലിയൊരു ഫ്ലോപ്പ് തന്നെയായിരുന്നു. ഇന്ത്യയിൽ കഴിഞ്ഞ വർഷം ഇറങ്ങിയതിൽ ഏറ്റവും വലിയ ഫ്ലോപ്പ് ഈ സിനിമ തന്നെ ആയിരിക്കും. ഇതിനെപ്പറ്റി ഇപ്പം ഫാൻസുകാർ വന്ന് എന്ത് പറഞ്ഞാലും അത് മാറത്തില്ല. കാരണം 2025 റിലീസ് ചെയ്തതിൽ ഏറ്റവും വലിയ ഫ്ലോപ്പ് സിനിമ ഇത് തന്നെയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളെ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം നിങ്ങൾ മറക്കണ്ട. ഈ വീഡിയോ ഒന്ന് ലൈക്കും അടിച്ച് സബ്സ്ക്രൈബും അടിച്ച് എന്താണെന്ന് വെച്ചാൽ 5-6 കമൻറ്റ് ഇട്ടോ. ഈ കമൻറ്റിൽ നിന്ന് ഞാൻ സെലക്ട് ചെയ്യുന്ന ഒരാളെ ഞാൻ 2000 രൂപ തരുന്നതായിരിക്കും. ഓക്കെ, ബൈ.